രഞ്ജി പണിക്കർ സാറ് ഞാൻ ശ്രദ്ധിച്ചെന്ന് വെച്ചാൽ അദ്ദേഹം ഭയങ്കര മസിൽ പിടിച്ച് ഫുൾ ടൈം മസിൽ ഇങ്ങനെ നെഞ്ചു പിടിച്ചായിരിക്കും. ഞാനൊന്ന് മസിൽ പിടിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ശബ്ദം വരും. പെട്ടെന്ന് ഞാൻ ഇങ്ങനെ ഒന്നും മസിൽ പിടിച്ചപ്പോഴാണ് ഈ മസിൽ അങ്ങനെ വിട്ടു. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ജിറ്റി ജോസഫ് എന്നാണ്. ഈ ജിറ്റി ജോസഫ് മസിൽ പിടിച്ച മാത്രം നമ്മുടെ രഞ്ജി പണിക്കർ ഇങ്ങനെ ഈ മസിലെല്ലാം വിട്ടിട്ട് ഇങ്ങനെ സംസാരിക്കുകയാണെങ്കിൽ ലാലേട്ടൻ്റെ ചെറിയ ചേഷ്ടകളുണ്ടാകും. ഇങ്ങനെ ഒരുത്തനെ നമ്മുടെ കുടുംബങ്ങളിൽ മഷിയിട്ട് നോക്കിയാൽ കാണും. മൂക്കിൽ 3-4 പേര് ഇരിക്കുന്നുണ്ട്. അതായത് ഞാനിപ്പോ ചെറുതായിട്ട് മൂക്ക് നടഞ്ഞപ്പോ ഈ വിനീതേട്ടൻ ഇവിടെയാണ് ഇരിക്കുന്നത്. ഈ വിനീതേട്ടൻ നിങ്ങളുടെ ഇവിടെ ആണെങ്കിലും എന്നാണ് നമ്മുടെ ബാബുരാജേട്ടനാവണേ. എന്തായാലും കലക്കിടാൻ നിന്നെ ഞങ്ങൾ സമ്മതിച്ചു തന്നിരിക്കുന്നു. ഈ വിനീശാസനും ബാബുരാജും കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ പറയാമെങ്കിൽ നമ്മുടെ ശ്രീനാഥ് വാസിയുടെ വോയിസിലേക്കാണ്. ഇവിടെ ആരും കൈയടിക്കുന്നില്ല. ഈ ആന്റണി വർഗീസിനെ ഇങ്ങനെ പറഞ്ഞാൽ പെട്ടെന്ന് പിണറായിച്ചനാവും. ഇത് നമുക്ക് ഇങ്ങനെ ലൈറ്റായിട്ട് സംസാരിച്ചാൽ നമ്മുടെ ജിനു ജോസഫ് ഇങ്ങനെ പറയുകയാണെങ്കിൽ മാത്രം സൈജു കുറുപ്പായി മാറും. ഈ സൈജു കുറുപ്പിനെ അടിപൊളി, இந்த ஆள் ஒரு மகா நடிகன் தான். ഈ സൈജു കുറുപ്പിന് ഇങ്ങനെ സംസാരിക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് ചാക്കോച്ചനായി മാറാൻ കഴിയും. ചാക്കോച്ചൻ ഇങ്ങനെ കാണിച്ച ജിനു ജോസഫ് ആവും ഇങ്ങനെ രീതിയിൽ. എന്നിട്ട് നമ്മൾ ഇങ്ങനെ ഒരു ചെറിയൊരു ഇഫക്റ്റ് കൊടുത്താൽ മാത്രം മതി വിനോദനാവും. നീ മരണമാസാടാ, വേറെ ലെവലടാ നീ. ഒരു സ്റ്റേജിൽ ഒരു 10,000 വാട്ട്സ് സൗണ്ട് സിസ്റ്റത്തിലോ ഒരു TV-യിൽ ഒരു വീട് മുഴുവൻ കേൾക്കുന്ന സൗണ്ട് സിസ്റ്റത്തിലോ അല്ല മഹേഷിന്റെ മിമിക്രി മുഴുവൻ മലയാളികൾ കേട്ടത്. ഒരു മൊബൈൽ ഫോണിന്റെ 1 സെന്റിമീറ്റർ താഴെ വലിപ്പമുള്ള സ്പീക്കറിലൂടെയാണ്. ആ സ്പീക്കറിലൂടെ കേട്ടിട്ട് ഓരോ ശബ്ദവും മലയാളികൾ ഇത്രമേൽ കൃത്യമായി അടയാളപ്പെടുത്തിയെങ്കിൽ മഹേഷിന്റെ പ്രതിഭ വളരെ വലുതാണ്. വന്നതിൽ വളരെ സന്തോഷമുണ്ട് മഹേഷ്.